ഹായ്, കെ പി സോഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ലോകത്ത് രണ്ട് രീതിയിൽ റിച്ച് ആവുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത്തേത് ജനറേഷണൽ വെൽത്ത് ഉള്ള ആൾക്കാരാണ്. രണ്ടാമത്തേത് സെൽഫ് അക്വയർഡ് വെൽത്ത് ഉള്ള ആൾക്കാരാണ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ജനറേഷണൽ വെൽത്ത് എന്ന് പറയുമ്പോൾ ഓരോ തലമുറ കഴിയും തോറും കയ്യിലെ സമ്പാദ്യം കൂടി വരും. അങ്ങനെ 4-5 തലമുറകൾ പിന്നിടുമ്പോഴേക്കും അവർ വളരെ പവർഫുള്ളായ ഒരു ഫാമിലിയായി, ഒരു എംപയറായി മാറും എന്നതാണ്. എന്നാൽ സെൽഫ് അക്വയർഡ് വെൽത്ത് എന്ന് പറയുന്നത്, നമ്മൾ സമ്പാദിക്കുന്നു, അത് നമ്മളുടെ മക്കൾക്ക് കൈമാറുന്നു. അതിലുണ്ടാകുന്ന സമ്പാദ്യം മുഴുവൻ ഒറ്റ വ്യക്തിയെ അല്ലെങ്കിൽ ഒരൊറ്റ സംഗതിയെ ആശ്രയിച്ചുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് സ്ഥിരത ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് വളരെ പവർഫുള്ളായി പോവുകയും മറ്റൊരു ഗ്രൂപ്പ് ഒരാളിൽ ഡിപ്പെൻഡായി നിന്നുകൊണ്ട് ഡിപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കുന്ന ഏത് ഫാമിലി ആയാലും ശരി, ഏത് ഡൈനാസ്റ്റി ആയാലും ശരി, ഏത് കമ്പനി ആയാലും ശരി, ശ്രദ്ധിച്ചാൽ ഇത്തരം വാല്യൂസ് അവർക്കുള്ളതായിട്ട് മനസ്സിലാകും. ഒന്നാമത്തേത്, അവർ പൊതുവെ പർപ്പസിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു വിഭാഗവും പരമ്പരാഗതമായി ഒരേ കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പരമ്പരാഗതമായി ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ആ പ്രോസസ്സ് തുടർന്നു പോകുമ്പോൾ ആ പ്രോസസ്സിലൂടെ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ചില വാല്യൂസ് കൈവരും. അത്തരം വാല്യൂസ് അവർ കൃത്യമായി അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും എന്നതാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ അടുത്ത ജനറേഷന് നമ്മുടെ മോറൽസും വാല്യൂസും കൊടുക്കുക, നമ്മുടെ ലെസൺസും കൊടുക്കുക. അതായത് നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാക്കുന്ന എക്സ്പീരിയൻസ്, അതിലുണ്ടാകുന്ന പാഠങ്ങൾ, അതിലുണ്ടാകുന്ന മൂല്യങ്ങൾ, ഇതൊക്കെ ഒട്ടും ചോരാതെ അടുത്ത ജനറേഷനിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ചെറുപ്പം മുതൽ തന്നെ വളരെ നന്നായി ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പർപ്പസിനനുസരിച്ചും നമ്മുടെ വാല്യൂസിനനുസരിച്ചും ആ തലമുറയെ വാർത്തെടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടി ജനറേഷണൽ വെൽത്ത് ഉള്ള ആൾക്കാർ ചെയ്തു വെക്കാറുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഫാമിലിയെ അല്ലെങ്കിൽ അവരുടെ ആ കമ്പനിയെ ഒരുമിച്ച് നിർത്താൻ വേണ്ട ഒരു സിസ്റ്റം ഓഫ് പ്രോസസ്സ് അവർക്കുണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ ചില ആചാരങ്ങളാകാം, ഇടയ്ക്കിടെയുള്ള കൂടിക്കാഴ്ചകളാകാം. അവരുടെ ആ ഒരു നെറ്റ്വർക്കിനെ എപ്പോഴും അവർ ആക്റ്റീവാക്കി നിർത്താറുണ്ട്. അത്തരം നെറ്റ്വർക്കിംഗ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബമായിക്കോട്ടെ, ശക്തമായൊരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന കോമൺ ആയ ഫാക്ടേഴ്സ് ഇതുണ്ടാക്കി വെക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മികച്ച റോൾ മോഡൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. നീ അവനെ കണ്ടു പഠിക്കുക, ഇവനെ കണ്ടു പഠിക്കുക എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നീ എന്നെ കണ്ടു പഠിക്കുക എന്ന് പറയാനുള്ള കോൺഫിഡൻസ് വളരെ കുറച്ച് ആളുകൾക്കേ ഉണ്ടാവാറുള്ളൂ. അത്തരമൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലും ഇത്തരം കമ്പനികളിലും ഒരു ശക്തമായ റോൾ മോഡൽ ഉണ്ടാക്കും. ആ റോൾ മോഡൽ അവരുടെ ഒരു ഐഡലായിരിക്കും. ആ ഐഡലിലൂടെ എല്ലാ വാല്യൂസും അവർക്ക് പഠിക്കാൻ സാധിക്കും, എല്ലാതരം വിഷൻസും അവർക്കുണ്ടാക്കാൻ സാധിക്കും, എല്ലാതരം ലെസൺസും അവർക്കുണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ശക്തമായ പവർഫുള്ളായ ഏവർക്കും സമ്മതനായ ഒരു ഐഡലിനെ കണ്ടെത്തുക എന്നതും ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കാൻ പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഫാമിലികളും കമ്പനികളും എല്ലാം ക്ലാസിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ നടത്താറുള്ളൂ എന്നതാണ്. അതായത് കാലം ചെല്ലുന്തോറും വാല്യൂ കൂടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവരുടെ പണം നിക്ഷേപിച്ചു വെക്കാറുള്ളൂ. അല്ലാതെ കാലം ചെല്ലുമ്പോൾ പൊളിയാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ പോകാറില്ല. ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഭൂമി എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള അസറ്റുകൾ, സ്പേസ് എന്ന് പറയുന്നത് മനുഷ്യന് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൻ്റെ വാല്യൂ ഡിപ്ലീറ്റ് ആയി പോവുകയില്ല. രണ്ടാമത്തെ, ഗോൾഡ് പോലെയുള്ള സംഗതികൾ. ഇത്തരം കാര്യങ്ങൾക്ക് അതിൻ്റേതായ ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. അതൊരിക്കലും താഴേക്ക് പോവുകയുമില്ല. അത്തരം കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ശീലങ്ങളും അതിൻ്റെ പിന്നിലെ തന്ത്രങ്ങളും അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിൻ്റാണ്, നമ്മൾ പലപ്പോഴും കുട്ടികളെ വളർത്തുമ്പോൾ ചെയ്യാറുള്ളൊരു കാര്യമാണ്, അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അവർക്ക് ഒരു റിവാർഡ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും കാര്യം ഓഫർ ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാലറി ബേസ് ചെയ്ത മൈൻഡ് സെറ്റ് അഥവാ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു അസറ്റ് ബിൽഡിംഗ് എന്ന ഒരു കൺസെപ്റ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കാര്യം അവർ ചെയ്യുകയും അതിലൂടെ അവർ സ്വയം സമ്പാദിക്കുക, സ്വയം വളരുക, സ്വയം പാഠങ്ങൾ ഉൾക്കൊള്ളുക, അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ അവരോട് പറയാം. ഒരു അടുക്കള തോട്ടത്തിൽ അവരൊരു കാര്യം ചെയ്തു, ഒരു കൃഷി ചെയ്തു, ഒരു ചെടി ഉണ്ടായി, ആ ചെടിയിലൊരു പൂവ്, ഒരു കായ ഉണ്ടായി. അങ്ങനെ സ്വന്തം അധ്വാനത്തിലൂടെ ഒരു കാര്യം ഒരു പ്രോഡക്റ്റ് അവരുണ്ടാക്കിയെടുക്കാൻ അവരെ അനുവദിക്കുക, അതിനുള്ള സാഹചര്യം കൊടുക്കുക. സെൽഫ് റിലയൻ്റായി കുട്ടികളെ മാറ്റുക എന്നുള്ളതാണ്. അത്തരം വിഷനറി ആയിട്ടുള്ള പ്രോസസ്സുകളാണ് പലപ്പോഴും ജനറേഷണൽ വെൽത്തിൽ ശക്തമായ അടുത്ത ജനറേഷനിലേക്ക് പോകാനുള്ള വഴിയായി മാറുന്നത്. ഇത്തരം ലോങ് ടേം വിഷനോടുകൂടി, പർപ്പസ്ഫുള്ളായ മൈൻഡ് സെറ്റോടുകൂടി, വിഷനറിയായ വാല്യൂസോടുകൂടിയാണ് എന്നും ജനറേഷണൽ വെൽത്തുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ളത്. അതെന്ന് കൈമോശം വരുന്നോ അന്ന് അവരുടെ കയ്യിലെ സാമ്പത്തിക രംഗം പിറകോട്ടടിക്കാനും തുടങ്ങും. ഇങ്ങനെ പവർഫുള്ളായ കമ്പനികളും പവർഫുള്ളായ എംപയേഴ്സും പവർഫുള്ളായ ഫാമിലികളും ഡെവലപ്പ് ചെയ്തു വരുന്നതിന് പിന്നിലെ രഹസ്യങ്ങളാണ് ഇത്തവണ നമ്മൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.